നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്ക് അങ്ങയെ ശ്വസിക്കുന്നു ഞാൻ. വരും കാലവും നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ആദരണീയരായ സിസ്റ്റേഴ്സ്, നമ്മുടെ യൂണിറ്റിലെ സ്നേഹമുള്ള കൂട്ടായ്മയിലെ ഓരോ കുടുംബാംഗങ്ങളെ ഈ നോയമ്പ് കാലത്ത് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് തന്നെ അച്ഛൻ ആദ്യം മുതലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ധാരാളം ദൈവകൃപയുണ്ടാകണം, അതുപോലെ തന്നെ അനുരഞ്ജനം ഉണ്ടാകണം എന്നൊക്കെയാണ് അച്ഛൻ നമ്മളോട് ഉപദേശിച്ചിരിക്കുന്നത്. പ്രത്യാശയുടെ ജൂബിലി വർഷമാണ് എന്ന് അച്ഛൻ നമ്മളെ നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നും നമ്മൾ അതേപോലെ ഈ കുടുംബത്തിൻ്റെ പ്രധാന വാതിലിലൂടെ നമ്മൾ പ്രവേശിച്ചു. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ജൂബിലി വർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജൂബിലി വർഷമാണിത്. നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു, കൃത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. 25 വർഷം അച്ഛൻ എൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച് 25 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആ ജൂബിലിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് നമ്മോടൊപ്പം, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ യൂണിറ്റിനോടൊപ്പം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചത് തന്നെ നമ്മൾക്കൊരു അനുഗ്രഹമാണ്. അച്ഛന് ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ പരിശുദ്ധനായ പാപ്പ സുഖമില്ലാതിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യമായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലത്ത് അച്ഛൻ നമ്മൾ ഉപദേശിച്ചു തന്നത് അനുരഞ്ജനത്തിൻ്റെ കാലമാണ്. അനുരഞ്ജനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. നമ്മൾക്ക് ഒരു ദൈവിക ആത്മീയതയുണ്ട്, അതേപോലെ ഒരു മനസ്സാക്ഷിയുണ്ട്. ഈ മനസ്സാക്ഷിയും ആത്മീയതയും കൂടി ഒത്തുചേരുമ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾക്കുണ്ടെങ്കിൽ അവ നീക്കളയുവാൻ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ പഠിപ്പിക്കും. തീർച്ചയായിട്ടും ദൈവികമായ ആ മനസ്സാക്ഷി നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സാഹോദര്യത്തിൻ്റെയും അതേപോലെ തന്നെ ആത്മീയതയും ആ നല്ല ചൈതന്യത്തോടുകൂടി നമ്മുടെ എല്ലാ സഹോദരങ്ങളോടും നല്ല രീതിയിൽ പെരുമാറാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമ്മൾക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഈ നോയമ്പ് കാലത്ത് നമ്മളുടെ ഈ യൂണിറ്റിലെ കുറച്ച് കുടുംബങ്ങളിലെ അംഗങ്ങൾ, മക്കൾ, ഭാര്യമാരൊക്കെ ചിലരൊക്കെ വിദേശത്തോടേക്കാണ്. അവർക്ക് വേണ്ടി അവരെയും നമ്മൾ ഈ ദിനത്തിൽ നമ്മൾക്ക് ഓർമ്മിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലം അവർക്കും ധാരാളം ദൈവകൃപകൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അതേപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നോയമ്പ് കാലത്തിൻ്റെ എല്ലാ നന്മയും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛന് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഒപ്പം ചേർന്ന് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ ഒരുപാട് നന്ദിയുള്ളവരാണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ
ഭൂമിയിൽ എല്ലാ ദിവസവും അച്ഛൻ ഉണ്ടായിരിക്കും. ഈ ഒരു വർഷം അച്ഛനോടൊപ്പം സന്തോഷമായിട്ട് ഇനിയുള്ള വർഷങ്ങളിലെല്ലാം അച്ഛൻ ഒത്തിരിയേറെ നല്ല നല്ല സേവനങ്ങൾ ചെയ്യുവാനും ഒത്തിരിയേറെ അമ്മമാരും സഹോദരങ്ങളും കൂട്ടുകാരെല്ലാം അതിലെ കുടുംബങ്ങളിലുള്ള ആളുകളെ എന്തായാലും വളരെ മനോഹരമായ നമ്മുടെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന അതവിടെ അച്ഛൻ്റെ ജൂബിലിയിൽ ആഘോഷിക്കാൻ കഴിഞ്ഞു. എന്തായാലും അച്ഛന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമുക്ക് ഈ നോമ്പ് കാലത്ത് ആയതുകൊണ്ട് നമ്മുടെ അച്ഛൻ്റെ 25ാമത് ജൂബിലിയുടെ വാർഷിക നമുക്ക് കാര്യമായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല, നോമ്പായതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടികൾ ഭക്ഷണമെന്ന് എല്ലാവരും നോമ്പായെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറച്ചാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തകർത്ത് വലിയകായിരുന്നു. എന്തായാലും അച്ഛൻ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നൽകുന്നു. അച്ഛന് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയുള്ള വർഷങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ആയുരാരോഗ്യത്തിനായുള്ള ആഗ്രഹങ്ങളും ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളിവിടെ നോയമ്പ് കാലത്ത് കൃഷിൻ്റെ വഴി പ്രാർത്ഥനയുമായി കൂടി അതോടൊപ്പം തന്നെ നമ്മുടെ അതിലുള്ള ജൂബിലി ഈ വേളയിൽ അതിന് ജൂബിലിയുടെ എല്ലാ ആശംസകളും നേരുന്നു. ആത്മീയമായ കാര്യങ്ങളിൽ ആത്മീയ വളർച്ചയിൽ നമ്മൾ 3 വർഷക്കാലം ഒത്തിരി മുന്നോട്ട് നയിച്ച നമ്മുടെ സ്നേഹപൂർവ്വപ്പെട്ട അച്ഛന് ഈ മകാര്യങ്ങളുടെ പേരിൽ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും തിരുസഭ ജൂബിലി ആഘോഷിക്കുന്നു. 2025 അച്ഛന് നമ്മുടെ തിരുസഭ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മുടെ അച്ഛന് പൗരോഹിത്യത്തിൻ്റെ 25ാം വർഷം ജൂബിലിയാണ് ആഘോഷിക്കുന്നത്. അതൊരു മഹാഭാഗ്യമാണ്. കർത്താവിൻ്റെ 2000ാം വർഷത്തിൽ ഒരു പുരോഹിതനായിട്ട് വന്നു. 25 ഈ എല്ലാ 25 വർഷങ്ങളിലും അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ ജൂബിലിയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ഈ സമയത്ത് അച്ഛനെ എല്ലാവിധ ആശംസകളും വിശുദ്ധ മിഖായേൽ യൂണിറ്റിൻ്റെ പേരിൽ ഞങ്ങൾ നേരുന്നു. ഈ അച്ഛനെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു പൂച്ചെണ്ട് നൽകി ചേച്ചി